എല്ലാവർക്കും KTS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ഒരു പണിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട, ഇതെല്ലാം കുറേ ഉണങ്ങിയ തേങ്ങയാണ്. ഓരോ പ്രാവശ്യം തേങ്ങ ഇടുമ്പോഴും കൂട്ടാൻ അരച്ചതിൻ്റെ ബാക്കി തേങ്ങ എല്ലാം കൂടെ മിച്ചം കിടന്നത് ഉണങ്ങി ഇരിക്കുകയാണ്. ഇത് നമുക്ക് പൊതിച്ച് വെയിലത്ത് വെച്ച് വെളിച്ചെണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തേങ്ങ പൊട്ടിച്ച് ഇന്നലെ വെയിലത്ത് വെച്ചതാണേ. കുറേയൊക്കെ ഇളകി വരുന്നുണ്ട് ചിരട്ടയ്ക്കകത്തുനിന്ന്. ഇന്ന് ആകുമ്പോഴത്തേക്ക്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, ഇന്നത്തെ വെയിലും കൂടെ കഴിയുമ്പോഴത്തേക്ക് ചിരട്ടയ്ക്കകത്തുനിന്ന് നന്നായിട്ട് ഇളകി വരും. തേങ്ങ പൊതിക്കുന്നുടനെ, പൊട്ടിച്ച് കഴിയുന്നുടനെ കിളിക്കുന്ന തേങ്ങയുണ്ട്, അത് പൊങ്ങ്. ഇതിനകത്താണ് തേങ്ങ കിളിച്ച് ഇതിൽ നിന്നാണ് തെങ്ങും തൈ ഉണ്ടാവുന്നത്. ഈ പൊങ്ങ് തിന്നാനായിട്ട് വളരെ സ്വാദുള്ള ഒരു സാധനമാണേ. വേറൊരെണ്ണം ചിരട്ട നിറച്ച് പൊങ്ങ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ പൊങ്ങ് കഴിക്കുന്നതിന്. ഒരുപാട് ആരോഗ്യ ഗുണവും ഉണ്ട് ഇതിന്. ഇനി നമുക്ക് ഇത് ഉണങ്ങി ഈ ചിരട്ടയ്ക്കകത്തുനിന്ന് വേർപെടുത്തുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. നമ്മൾ 2 ദിവസമായി ഉണങ്ങാനായിട്ട് വെച്ച ഈ തേങ്ങ ഉണങ്ങി ചിരട്ടയിൽ നിന്ന് നമുക്കിനി ഇത് വേർപെടുത്തിയെടുക്കണം. ഇതിന് ഒരു പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകി വരും. ചിരട്ട വേറെ, തേങ്ങാമുറി വേറെ, അങ്ങനെ ഇത് ഇളക്കിയെടുക്കാം. മിക്കവാറും കൈകൊണ്ട് തന്നെ ഇളക്കുമ്പോൾ ഇങ്ങ് പോരും. ഇളകാൻ താമസമുള്ളത് നമ്മളിതാ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കും. ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഇനി ഇതെല്ലാം ഇളക്കിയെടുത്തിട്ട് നമ്മൾ 2 ദിവസം വെയിലത്തിട്ട് തേങ്ങ എല്ലാം ചിരട്ടയിൽ നിന്ന് ഇളകി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചിരട്ടയിൽ നല്ല ഇളക്കി കൊപ്ര വന്നിട്ടുണ്ട്. കൊപ്ര ആയിട്ടില്ല, പകുതി ഉണങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കണം. ചെറുതായിട്ട് അരിയുന്നത് നന്നായിട്ട് ഒരുപോലെ ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ചെറുതായിട്ട് അരിയുന്നത്. ഇത്തിരി കഷ്ടപ്പാടുള്ള പണിയാണ്. എല്ലാവരും ഒന്നും ചെയ്യത്തില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതുതലമുറയിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണ് വെളിച്ചെണ്ണ വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്ന തന്നെ ഉണങ്ങാനായിട്ട് എളുപ്പമുണ്ട്. ഇനി ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ തേങ്ങയും ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരും. ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുത്ത തേങ്ങയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഒരു 2-3 ദിവസം ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ഒടിഞ്ഞൊടിഞ്ഞു വരും. ഇത് കണ്ടില്ലേ, ഇങ്ങനല്ല, നന്നായിട്ട് ഒടിയുന്ന ശബ്ദം കേൾക്കാം. നല്ലോണം ഉണങ്ങി വെള്ളമയമെല്ലാം പോയിട്ട് ഒടിയുന്ന ശബ്ദം കേട്ട് കഴിയുമ്പോൾ നമ്മൾ മില്ലിൽ കൊടുത്തു കഴിയുമ്പോൾ വെളിച്ചെണ്ണയാക്കി തരും അവർ. നേരത്തെ പറയും കൊപ്ര ഉണങ്ങിയാൽ പിണ്ണാക്കെന്ന്. ഇപ്പോഴത്തെ മില്ലിൻ്റെ ടെക്നോളജി മാറിയതായിരിക്കാം. നന്നായിട്ട് ഉണങ്ങണമെന്നാണ് അവർ പറയുന്നത്. എത്ര ഉണങ്ങിയാലും അത്രയും കൂടുതൽ വെളിച്ചെണ്ണ കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ചിരട്ടയിൽ ഇളക്കി അരിഞ്ഞ് ഉണങ്ങുന്നതിനിട്ട തേങ്ങ തയ്യാറായി. 4 ദിവസത്തെ വെയിൽ കൊണ്ടപ്പോഴാണിത് തയ്യാറായത്. ഇത് നന്നായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ ഒടിഞ്ഞു വരുമ്പോൾ പാകമായെന്നുള്ളതാണ് അതിൻ്റെ. കുടിക്കാൻ പറ്റുന്നില്ല, നല്ല കട്ടിയാണ്. ഈ പാകത്തിനാണ് വെളിച്ചെണ്ണ ആക്കാനായിട്ട് നമ്മൾ മില്ലിലോട്ട് കൊണ്ടുപോകേണ്ടത്. അത് നന്നായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ട്. വേറെ ഇതും നമ്മൾ ഉണങ്ങുന്നതിനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് 3 ദിവസമേ ആയുള്ളൂ. നാളെ ഇതാവത്തുള്ളൂ. ഈ വെളിച്ചെണ്ണ ആട്ടാനായിട്ട് മില്ലിലോട്ട് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഞാൻ 2 കിലോ മഞ്ഞളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. മായം ചേർക്കാത്ത നല്ല മഞ്ഞൾ പൊടി ഉപയോഗിക്കാൻ പറ്റും.
ഇനി ഇത് നമ്മൾ ഈ കൊപ്രയെല്ലാം ചാക്കിനകത്താക്കി മില്ലിലോട്ട് കൊടുത്തു വിട്ട് വെളിച്ചെണ്ണയായിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഇത് 50 തേങ്ങയാണ്. എത്ര വെളിച്ചെണ്ണ കിട്ടുമെന്നൊക്കെ നമുക്ക് അന്നേരം ഒന്ന് നോക്കാം. നമ്മൾ 50 തേങ്ങ മില്ലി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 7 കിലോ കൊപ്രയാണ്. 6,900, അതായത് ഏകദേശം 7 കിലോ കൊപ്രയാണ് കിട്ടിയത്. 7 കിലോ കൊപ്ര വെച്ച് നമുക്ക് 4 കിലോ 750 മില്ലിഗ്രാം വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് വില 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 270 രൂപയാണ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് 4.25 കിലോ വെളിച്ചെണ്ണയ്ക്ക് ആകെ എത്ര രൂപ കിട്ടിയെന്നൊന്ന് നോക്കാം. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് 1350 രൂപയോളം നമുക്ക് ഉള്ള വിലയുടെ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ചിലവായത് 50 തേങ്ങ 20 രൂപ പ്രകാരമാണെങ്കിലും 1000 രൂപയും ഈ 7 കിലോ കൊപ്ര നമുക്ക് വെളിച്ചെണ്ണയാക്കി തരുന്നതിന് 140 രൂപയാണ് മില്ലുകാർ കൂലിയായിട്ട് നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 1140 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. നമുക്ക് ഏകദേശം 1350 രൂപയുടെ വെളിച്ചെണ്ണയും കിട്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങ പൊതിക്കുന്നതിന് കൂലി കൊടുത്തിട്ടില്ല, കാരണം തൊണ്ടും ചിരട്ടയും പൊതിക്കുന്ന ആളിനാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ കൂലിയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ വെളിച്ചെണ്ണയെക്കാട്ടിൽ കൂടുതൽ നമുക്ക് ചിലവായിട്ട് വരും. അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് മായമാണ് എന്ന് പറയുന്നത്. കാരണം ഈ വിലയ്ക്ക് കൊടുക്കണമെന്ന് വരിയിൽ ഇത്രയും പരിശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് മുതലായി വരത്തില്ല. അതുകൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണെങ്കിലും നമ്മളുടെ ആരോഗ്യമാണെങ്കിലും ഒക്കെ ഒരുവിധം ഒന്ന് നന്നായിട്ട് പോകും. അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയും വീട്ടിൽ തയ്യാറാക്കാനായിട്ട് നോക്കണം. മുളകൊക്കെ മേടിച്ച് കഴുകി, മല്ലി മേടിച്ച് കഴുകി ഒന്ന് മഞ്ഞൾ വെയിലത്തിട്ട് ഉണക്കി എല്ലാം ഒന്ന് മില്ലി പൊടിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ആരോഗ്യമായിട്ട് കുറച്ച് നാളൂടെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും. എല്ലാവരും പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം.